മൂന്നാർ ബോഡിമെട്ട് ദേശീയപാതയോരത്ത് മാലിന്യ കൂമ്പാരം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Derek Johns Management Private Limited, expanding horizons. ആനയിറങ്കലിന് സമീപമാണ് ചാക്കിൽ കെട്ടി മാലിന്യം തള്ളിയിരിക്കുന്നത്. മേഖലയിൽ പതിവായി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ആനയിറങ്കലിനും പെരിയ കനാലിനുമിടയിൽ പല ഭാഗങ്ങളിലും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വൻതോതിൽ മേഖലയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങളാണ് തള്ളിയിരിക്കുന്നത്. ഈ നാഷണൽ ഹൈവേയിൽ രാത്രി അറിയാതെ കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ ഇങ്ങനെ തട്ടിയെടുക്കുന്ന ഇതിൻ്റെ നമ്മുടെ പഞ്ചായത്ത് ഇത് നോക്കി ഇതിനെ നടപടിക്ക് എടുക്കണം. ആരാണ് ഈ കള്ളത്തണം കാണിക്കുന്നത്, ഇങ്ങനെ വേസ്റ്റൊക്കെ ഇടുന്നത്? ഇത് നമുക്ക് നാട്ടിൽ ചീത്തപ്പേരാ. ഈ വരുന്ന ഗസ്റ്റൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ അവർ പറയുന്നത്? ഈ നാഷണൽ ഹൈവേയിൽ മൊത്തം വേസ്റ്റ് ഇട്ടേക്കുക, ഇത് അവിടുത്തെ പഞ്ചായത്ത് ഒന്നും കാണുന്നില്ലേ? അത് നമുക്ക് നാട്ടിൽ ചീത്തപ്പേരല്ലേ? ഇത് ഉറപ്പായിട്ട് ഇത് നടപടിക്ക് എടുത്തേ പറ്റുള്ളൂ. ഈ നാഷണൽ ഹൈവേയിൽ ഏത് ഹോട്ടലുകാരനോ ഏത് ആരും അറിയില്ല, പക്ഷെ മൊത്തം വേസ്റ്റ് ഇവിടെയാ കിടക്കുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന മേഖലയിലാണ് മാലിന്യ നിക്ഷേപം. സമീപത്തെ റിസോർട്ടുകളിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. CCTV ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എങ്ങനെയുണ്ട് ന്യൂസിലൻഡ്? അമേസിംഗ് ലാൻഡ്. എത്ര പെട്ടെന്നല്ലേ നീ പോയെ? പിന്നെ ഡെറിക് ജോൺസ് ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നീങ്ങി. നീ എന്താ ട്രൈ ചെയ്യാത്തത്? ഈ സമയത്ത് രാഹുലിനെ ഒറ്റയ്ക്കാക്കി. പിന്നീട് പോയാലും രാഹുലിന് അവിടെ ഒരു ജോബ് ശരിയാക്കാൻ അവർ നിന്നെ ഹെൽപ്പ് ചെയ്യും. നിന്റെ അക്കോമഡേഷൻ, ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യല്, ജോബ് കിട്ടാനൊക്കെ ഡെറിക് ജോൺസിന്റെ കൂടെ തന്നെ ഉണ്ടാകും. സർവീസ് ചാർജ് പോലും ജോബ് കിട്ടിയതിന് ശേഷം നീ കൊടുത്തു തീർത്താൽ മതി. ശരിക്കും നമ്മുടെയൊക്കെ കുടുംബം തരുന്ന പോലത്തെ കരുതലും സപ്പോർട്ടുമാണ് അവരുടെ പ്ലസ്. മേക്ക് ന്യൂസിലൻഡ് ഹോം വിത്ത് ഡെറിക് ജോൺസ്.